സിനിമയിൽ മാപ്പിളപ്പാട്ടുകൾ ആദ്യം കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ കെ രാഘവ മാഷ. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നെറുക്കിന് ചേർക്കണേ. ബാപ്പുക്ക പാട്ട് പാടുമ്പം വരെ ആസ്വദിച്ചിട്ടാണ് പാടണേ. എനിക്ക് ശരിക്കും കാണുമ്പോൾ ബാപ്പുക്കൻ്റെ ഉള്ളിൽ ഒരു അഭിനേതാവുണ്ട്. പിന്നെ പഴയ ഓർമ്മകൾ പറയുമ്പോൾ ബാപ്പുക്കൻ്റെ കണ്ണ് ഇങ്ങനെ റെഡായിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് വരൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്, കാരണം ബാപ്പുക്ക തരണം ചെയ്ത് നേടിയെടുത്ത് പ്രയത്നിച്ച് കഷ്ടപ്പെട്ട് വന്നതിൻ്റെ ഓർമ്മകളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും ആയുസോട് കൂടിയിട്ട് ഈ ഒരു ഫീൽഡിൽ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് നിലനിൽക്കാൻ പറ്റിയത് കൊണ്ടായിരിക്കാം ഈ ഇപ്പോഴുള്ള തലമുറയ്ക്ക് പഴയ പാട്ടുകളെ പരിചയപ്പെടുത്തിയിട്ട് അത് ആ ഒരു സ്റ്റൈലായിട്ട് നമുക്ക് പാടി തരുമ്പം നമുക്ക് കിട്ടും. 1954 നീലക്കുയിൽ എന്ന് പറഞ്ഞ ചിത്രത്തിലാണ് കായലരികത്ത് വരുന്നത്. കായലരികത്ത് പിന്നെ കെ രാഘവമാഷ പാട്ടും ഒരു ഗ്രാമീണ മണമുള്ള പാട്ടാണ്. ഒരുവിധം എല്ലാ പാട്ടും ഒരു മാപ്പിളപ്പാട്ടിനോടുള്ള ഒരു രസമുണ്ട്. മാപ്പിളപ്പാട്ടിൻ്റെ ഒരു സ്റ്റൈലാണ്. എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്. ഈ മാപ്പിളപ്പാട്ട് തന്നെ പോപ്പുലറാ. ഗ്രാമീണ പാട്ടുകളിൽ നിന്നാണ് മാപ്പിളപ്പാട്ട് വന്നത്. ഫസ്റ്റത്തെ മാപ്പിളപ്പാട്ട് ഏതാ ബാപ്പുക്ക? ഫസ്റ്റ് പാട്ട് ഞാൻ ആദ്യം പാടിയില്ല. അല്ലാ തിരുപേരും തുതിയും അതാണ് കണ്ടെത്തിയതിലുള്ളത്. അതിനു മുമ്പ് മാപ്പിളപ്പാട്ട് ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റൂല. 400 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ മൊഹിയുദ്ദീൻ മാല, നമ്മളെ കാളി മുഹമ്മദ് എഴുതിയ, അദ്ദേഹം കുറ്റിച്ചിറയിലായിരുന്നു, കുറ്റിച്ചിറ പള്ളിയിൽ കാളിയായിരുന്നു. അദ്ദേഹം എഴുതിയ മാപ്പിളപ്പാട്ടാണ് കണ്ടെത്തിയെന്നാണ് പറയുന്നത്. അതിപ്പം നമുക്ക് അങ്ങനെ തീർത്ത് പറയാനുള്ള അപകാഹ പാണ്ഡിത്യം ഏതെങ്കിലും ബാപ്പുക്കൻ്റെ ഓർമ്മയിലുണ്ടോ? മൊഹീദ്ദീൻ മാല ഇപ്പോഴും പാടി കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പാടിയില്ലേ, അല്ലാ തിരുപേരും തുതിയും സലാം. പിന്നെ നാമാൽ മൊളിയുന്ന അങ്ങനെയുള്ള പാട്ടുകൾ കംപ്ലീറ്റ് മൊഹീദ്ദീൻ മാലയാണ്. ബാപ്പുക്ക ഏത് വർഷത്തിലാണ് സിനിമയിലേക്ക് എത്തുന്നത്? സിനിമയിലെത്തുന്നത് 1979. 1970 മൈലാഞ്ചി എന്ന് പറഞ്ഞ സിനിമയിലൊരു പാട്ട് എഴുതായി. മൈലാഞ്ചിയിലെ നായകൻ മൈലാഞ്ചിയിൽ പിന്നെ ജേസിയോ ഓരോ അതിനെന്ന് തോന്നുന്നു, എനിക്ക് പോകുന്നില്ല. ബാപ്പുക്ക് എന്തായിട്ട് അതിൽ തുടക്കം കുറിച്ച് അതിലൊരു ഒപ്പനപ്പാട്ട് എഴുതിയിട്ട് പാടി. അലങ്കാര ചമയത്താൽ ഒളി നിറച്ചേ ധനധ, എനിക്ക് ഓർമ്മയില്ലപ്പോൾ ആ പാട്ടൊന്നും. അത് കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ നിന്നും വന്ന ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാട്ടെഴുത്തുകാരൻ സിനിമയിൽ എത്തുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നില്ല. ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാണ് പണ്ടത്തേന് ഉദ്ദേശിച്ചത്. മൈലാഞ്ചി സിനിമ കളറായിരിക്കും. കോഴിക്കോട് നിന്ന് സിനിമയിലേക്ക് എത്തുന്ന ബാപ്പുക്ക 1979 ഫസ്റ്റ്. കോഴിക്കോട് നിന്ന് സിനിമയിലേക്ക് എത്തുന്ന ബാപ്പുക്ക എന്ന് പറയാൻ പാടില്ല. അതിൻ്റെ അടുത്ത് കാസിം കായെ കൊണ്ട് PM കാസിം കാ കണ്ട് രണ്ട് കണ്ണ് കഥകിൻ മറവിൽ നിന്ന് ചുഴി എന്ന് പറഞ്ഞ പടത്തിൽ അത് കാസിം പാട്ട് വന്നത് ബാപ്പുക്ക് ഓർമ്മയുണ്ടോ സിനിമയിൽ? അത് ചുഴി എന്ന് പറഞ്ഞ സിനിമയിൽ വന്ന ഫഹദിന്റെ പുതിയ പടത്തിൽ പാട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ പാട്ടല്ലേ? വന്നിരുന്നു. അപ്പോൾ പിന്നെ രണ്ടാമത് സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 80-85 ആയോടുകൂടി കേസറ്റിന്റെ യുഗം വന്നല്ലോ. ഗ്രാമഫോണിൽ മാറിയിട്ട് 85ഓടുകൂടി കേസറ്റായി. കേസറ്റ് ആയോടുകൂടി ദാസേട്ടനെ കൊണ്ട് കുറേ പാട്ട് പഠിക്കാൻ കഴിഞ്ഞു എനിക്ക്. നമ്മളെ തരങ്കിണിക്ക് വേണ്ടി ദാസേട്ടൻ്റെ ആദ്യത്തെ കൂടിക്കാഴ്ച പറഞ്ഞത്. ആദ്യത്തെ കൂടിക്കാഴ്ച മറ്റേ ഈ പാട്ട് പാടിയിട്ട് എല്ലാം പാടത്തുള്ള എല്ലാ കൂടെ അനരി അത് ഞാൻ എനിക്ക് സത്യത്തിൽ അറിയാം. അത് കുട്ടി മാഷ് സംഗീതം ചെയ്ത് അതിന്റെ ആ ഒരു ടൈം പറയാം. പാട്ട് 1982 81 ഫസ്റ്റ് പാട്ടാണോ അല്ലെങ്കിൽ മ്യൂസിക് ആണോ? അതെന്റെ രചനയെ പാട്ട് എഴുതിയതിനു ശേഷം മ്യൂസിക് ഇട്ടതോ അല്ലെങ്കിൽ മ്യൂസിക്? അത് പഴയ രീതിയിൽ. പിന്നെ ഈ സിസ്റ്റം ഇല്ല. ലിറിക്സ് എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നത് സിസ്റ്റമുള്ളൂ.